തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ തൊഴിൽ വാർത്തയിൽ NTPC കമ്പനിയിലെ ജോലിയെ സംബന്ധിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. NTPC എന്ന് പറഞ്ഞാൽ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ. കേന്ദ്ര സർക്കാർ പൊതുമേഖലാ കമ്പനിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം. NTPC ലിമിറ്റഡ് ഇപ്പോൾ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വിവിധ BE or BTech യോഗ്യത ഉള്ളവർക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് തസ്തികകളിലായി മൊത്തം 400 ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. ഈ ജോലിക്ക് ഓൺലൈനായി 2025 ഫെബ്രുവരി 15 മുതൽ 2025 മാർച്ച് 1 വരെ അപേക്ഷിക്കാം. പ്രധാനപ്പെട്ട തീയതി ഒന്നും കൂടി ശ്രദ്ധിച്ചോളൂ. മാർച്ച് 1-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ: സ്ഥാപനത്തിൻ്റെ പേര് NTPC ലിമിറ്റഡ്, ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ്, റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ടെമ്പററി റിക്രൂട്ട്മെൻറ്റ്, തസ്തികയുടെ പേര് അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ്, ഒഴിവുകളുടെ എണ്ണം 400, ജോലി സ്ഥലം ഓൾ ഓവർ ഇന്ത്യ, ജോലി ശമ്പളം 55,000, അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ, അപേക്ഷ ആരംഭിച്ചത് ഫെബ്രുവരി 15-ന്, അപേക്ഷിക്കേണ്ട അവസാന തീയതി 2025 മാർച്ച് 1-ന്. ഒഫീഷ്യൽ വെബ്സൈറ്റ് careers.ntpc.co.in. എത്ര ഒഴിവുകളുണ്ടെന്നൊക്കെ നോക്കാം. തസ്തികയുടെ പേര് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ്, 400 ഒഴിവ്, ശമ്പളം 55,000 രൂപ. പ്രായപരിധി 35 വയസ്സാണ്. ഇതൊന്ന് നോക്കാം. NTPC ലിമിറ്റഡിൽ വന്ന ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി താഴെ കൊടുക്കുന്നു. പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃതമായ ഇളവുകൾ ലഭിക്കുന്നതാണ്. SC, ST, OBC, PWD, എക്സ് സർവീസ്മെൻ എക്സെട്ര തുടങ്ങിയ വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വയസ്സിളവുകളെക്കുറിച്ച് മനസ്സിലാക്കാൻ താഴെ കൊടുത്ത ഔദ്യോഗിക PDF നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ 35 വയസ്സാണ് ഇതിൻ്റെ പ്രായപരിധി. വിദ്യാഭ്യാസ യോഗ്യത: BE or BTech degree in mechanical or electrical with at least 40% marks from a recognized university or institution. Experience profile: minimum 1 year post qualification working experience in operation or maintenance of power plants with installed capacity of 100 MW or more. അപേക്ഷാ ഫീസ്: വുമൺ, SC, ST, എക്സ് സർവീസ്മെൻ, PWD ആപ്ലിക്കൻസിന് അപേക്ഷാ ഫീസ് ഇല്ല. മറ്റുള്ള ആപ്ലിക്കൻസിന് 300 രൂപയാണ്. പേയ്മെൻറ്റ് മോഡ് ഓൺലൈനാണ്. ഇത് അപേക്ഷിക്കേണ്ടത് careers.ntpc.co.in സന്ദർശിക്കുക. ഹോം പേജിൽ റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക. ഏത് തസ്തികയിലേക്കാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അവയുടെ യോഗ്യതകൾ പരിശോധിക്കുക. അക്കൗണ്ട് സൈനപ്പ് ചെയ്യുക. അപേക്ഷ പൂർത്തിയാക്കുക. ഫീസ് അടച്ച് അപേക്ഷ സബ്മിറ്റ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഇനി ഇതെന്നും പോലെ പറയുന്ന പോലെ തന്നെ അപേക്ഷിക്കുന്നതിന് മുമ്പ് ഉദ്യോഗാർത്ഥികൾ താഴെ കൊടുത്ത ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ PDF പൂർണ്ണമായും ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കുക. അപേക്ഷിക്കുന്നതിന് മുമ്പ് ഔദ്യോഗിക വിജ്ഞാപനത്തിൽ പറഞ്ഞ യോഗ്യതകൾ, പ്രായപരിധി, വിദ്യാഭ്യാസ യോഗ്യത എക്സെട്ര ഇല്ലേ എന്നും ഉറപ്പുവരുത്തുക. ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാൽ നിങ്ങളുടെ അപേക്ഷ നിരസിക്കുന്നതാണ്. കൂടാതെ ഈ ജോലി അവസരം നിങ്ങളുടെ അശ്രദ്ധ കാരണം നഷ്ടപ്പെടുന്നതുമാണ്. നിങ്ങൾ ഏതൊരു ജോലിക്ക് അപേക്ഷിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപേക്ഷാ ഫോം ഫിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ കൊടുക്കുക. കാരണം പിന്നീടുള്ള പരീക്ഷാ തീയതി, അഡ്മിഷൻ ടിക്കറ്റ് തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ഇത് നിർബന്ധമാണ്. ഈ ജോലിക്ക് എങ്ങനെ അപേക്ഷിക്കണം, ഇതിൻ്റെ നിയമസാധ്യത എങ്ങനെയാണ് എന്നറിയാൻ താഴെ കൊടുത്തിരിക്കുന്ന ഔദ്യോഗിക വിജ്ഞാപനം വായിച്ച് മനസ്സിലാക്കുക. നോട്ടിഫിക്കേഷൻ വായിക്കുകയാണ്. അതിൽ പകുതിയോളം ഇതിന് ബൗണ്ടറിക്ക് പുറത്തായിപ്പോയി. ഞാൻ വായിക്കാൻ ശ്രദ്ധിച്ച് കേൾക്കാം. നെയിം ഓഫ് പോസ്റ്റ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻ ഓൺ ഫിക്സഡ് ടേം
basis 400 post. Qualification BE or BTech degree in mechanical or electrical with at least 40% mass from a recognized university or institution. Experience profile minimum 1 year post qualification working experience in operation or maintenance of power plant with the installed capacity of 100 MW or more. Tenure of engagement, fixed term employment or 3 years, can be further extended up to 2 years as per organization requirement. Job summary. Incumbent shall be responsible for operating and supervising the equipment at site, including isolation or normalization and all other related activities. Candidates must ensure that all safety procedures are being followed. Also has to identify and troubleshoot and any problem pertaining to the equipment at site. Compliance of all regulations or guidelines or SOP must be followed by time to time. Candidates will be required to work in shift, including night shift. Management reserves the right to post in suitable function as per requirement. Upper age limit is 35 years. Remuneration fixed monthly consolidated amount rupees 55,000. Additionally, HRA or company accommodation night shift allowance if rostered in night shift, and medically facility for self, self spouse to children and dependent parents. Name of post assistant executive operation on fixed term basis. UR 172, EWS 40, OBC 82, SC 66, ST 40, total 400. General conditions ഒന്ന് വായിക്കാം. Only Indian nationals are eligible to apply. All qualifications should be from universities or institutions recognized and approved in India. In terms of educational qualification, the candidate must have secured minimum 40% marks in engineering degree in order to apply. SC, ST, PWD candidates with only pass mark are eligible to apply the post. Third one, all computations of age or experience requirement or qualification shall be done. WRT, the last date of receipt of online application as mentioned in the advertisement. In case the vacancy is for any reserved category, candidates claiming to belong to the particular category shall necessarily have a valid SC or ST or OBC, NCL or disability or EWS certificate, as the case may be, from the competent authority. Where there is vacancy identified or such a category. Upper age limit is relaxed by 5 years for SC/ST candidates, by 3 years for OBC NCL candidates, by 10 years for PWBD candidates. ഒന്നുകൂടിയും പറയാം. 5 years for SC/ST candidates, 3 years for OBC NCL candidates, 10 years for PWBD candidates. Relaxation of age ex-servicemen will be as per the government guidelines. അത്രയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ കൊടുത്തേക്കുന്നത്. ഹൗ ടു അപ്ലൈ ഞാനത് നേരത്തെ വായിച്ചതിലുണ്ട്. ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ
കമൻസ്മെൻറ്റ് ഓഫ് ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ 15th ഫെബ്രുവരി 2025 ലാസ്റ്റ് ഡേറ്റ് ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ മാർച്ച് 1 2025 അപ്പോൾ ഇത് വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ നോട്ടിഫിക്കേഷൻ PDF നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഇത് തന്നെയാണ്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്നും കൂടി വ്യക്തമായിട്ട് വായിച്ചെടുക്കുക. ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് അപ്ലൈ ചെയ്യുക. അപ്പോൾ വേറൊരു വീഡിയോയുമായി ഞാൻ നാളെ വരുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.